ചാച്ചാജി. ഇനി ഒരു കാര്യം, ടീച്ചർ ഹായ് ഹായ് എന്നേ പറയുള്ളൂ, നിങ്ങൾ എന്ത് പറയണം? അല്ല, ഹായ് ഹായ് എന്ന് ടീച്ചർ പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ശിശുദിനം. അപ്പൊ ഒന്നും കൂടി പറയാം, ഹായ് 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 ഹായ്. ഇന്നെന്താ പ്രത്യേകത നമ്മുടെ സ്കൂളിൽ? ചിൽഡ്രൻസ് ഡേ, അതായത് നിങ്ങളുടെ ദിവസമാണല്ലേ. കണ്ടോ, വിദ്യാലയ കാലഘട്ടത്തില് ഏറ്റവും സെൻട്രലായിട്ട് നിൽക്കുന്നത് നിങ്ങളാണല്ലേ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ദിനാചരണം എന്ന് പറയുന്നത് ശിശുദിനം തന്നെയാണ്. അപ്പൊ ആരുടെ ജന്മദിനമാണ് ശിശുദിനം? അദ്ദേഹം ആരായിരുന്നു? നല്ല ക്ലാപ്പ്. പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയായി, പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയായി, കൽക്കണ്ട കുന്നിന്റെ മുകളിൽ കാക്കാച്ചി മേയുന്ന തണലിൽ, കൽക്കണ്ട കുന്നിന്റെ മുകളിൽ കാക്കാച്ചി മേയുന്ന തണലിൽ. നവംബർ 14 ശിശുദിനം, കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം. ചുണ്ടിൽ പുഞ്ചിരിയും കയ്യിൽ പന്നീർ പൂവുമായിരുന്ന മഹാൻ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. നമസ്കാരം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് എല്ലാ വർഷവും നവംബർ 14 ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. അഭിനവ് എന്ന് അവൻ സ്വപ്നം കണ്ടട്ടെ, പുതിയൊരു ലോകമുണ്ടാക്കാൻ സൃഷ്ടിക്കട്ടെ നെഹ്റു. മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചുണ്ടിൽ മധുരച്ചിരി തൂകി നന്മ വിതച്ചൊരു ചാച്ചാജി. ശിശുദിനം, കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം. ചുണ്ടിൽ പുഞ്ചിരിയും കയ്യിൽ പന്നീർ പൂവുമായി വരുന്ന മഹാൻ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. Today is 14th November. We are celebrating Children's Day. നാടു കാണാൻ പോയി, ഒരിക്കൽ നാട് ചുറ്റാൻ പോയി, മണ്ണാങ്കട്ടയും കരിയിലയും നാടു കാണാൻ പോയി, ഒരിക്കൽ നാട് ചുറ്റാൻ പോയി. ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് എല്ലാ വർഷവും നവംബർ 14 നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്.
ലൈഫ്